കാളിന്തി തീരം തന്നിൽ നീവാ കായാമ്പൂവന്ന കണ്ണ ഓരോരോ യുഗം തോറും ഓരോരോ ജന്മം തോറും ആരാധിക്കുവാനാണെന്നും ജീവാത്മാവിതാ കേഴുന്നു. കാളിന്തി തീരം തന്നിൽ നീവാ കായാമ്പൂവർണ്ണ കണ്ണ. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഗായത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജന്മാഷ്ടമിയാണല്ലേ. ഭഗവാനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, ഭഗവാനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, ഭഗവാനെ ആരാധിക്കുന്ന എല്ലാവർക്കും എൻ്റെയും കൃഷ്ണ ഗായത്രിയുടെയും വക വലിയ ഒരു ജന്മാഷ്ടമി വിഷസ് കേട്ടോ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. ഭഗവാന്റെ ഈ ഒരു സുദിനം എല്ലാവരും ആഘോഷിക്കും. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എവിടെയൊക്കെ ധർമ്മം തോറ്റുപോകുന്ന ഒരു സാഹചര്യം വരുന്നുണ്ടോ, ആ ഒരു ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കാനായിട്ട് ഭഗവാൻ എന്തായാലും ഭൂമിയിലേക്ക്, മാനവരുടെ ഇടയിലേക്ക് വരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഭഗവാന്റെ ശ്രീകൃഷ്ണ അവതാരം എന്ന് പറയുന്നത്. കാരണം ഭഗവാന് 10 അവതാരങ്ങളുണ്ട് അല്ലെ, 10 മെയിൻ ആയിട്ടുള്ള അവതാരങ്ങളുണ്ട്. ഭഗവാൻ അനേക അവതാരങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും ദശാവതാരത്തിനാണ് കൂടുതൽ പ്രാധാന്യം നേടിയിരിക്കുന്നത്. അപ്പൊ അതിലെ ഒരു അവതാരമാണ് ശ്രീകൃഷ്ണ അവതാരം. ശ്രീകൃഷ്ണ അവതാരത്തിന് ഇത്രയേറെ പ്രാധാന്യം മനുഷ്യർക്കിടയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അവതാരത്തിന്റെ ഇൻഫ്ലുവൻസ് എത്രയാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോ അനേകം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഒരുപാടധികം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ നമുക്ക് മുന്നിലുണ്ട് അല്ലെ. ദ്വാപര യുഗത്തിൽ ഒരു പക്ഷേ ഈ സോഷ്യൽ മീഡിയയും കോണ്ടന്റ് ക്രിയേഷനും ഇൻഫ്ലുവൻസിംഗ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനായിരിക്കും ഏറ്റവും മികച്ച ഒരു ഇൻഫ്ലുവൻസർ. അദ്ദേഹത്തിന്റെ കോണ്ടന്റ്സിന് ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം, ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാൻ മോറൽസ് ഉള്ള കണ്ടന്റുകൾ നമുക്കിടയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഏറ്റവും മികച്ച ഇൻഫ്ലുവൻസർ ആണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. കാരണം ഭഗവാന്റെ ജീവിതത്തിന്റെ തുടക്കം തൊട്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഭഗവാന്റെ ജനനം, ആ ജനനം എന്ന് പറയുന്നത് മറ്റൊരു അവതാരത്തിലും ഇത്രയേറെ സംഭവ ബഹുലമായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയേറെ വർണ്ണിക്കാനുള്ള ഒരു ജനനം എന്ന് പറയുന്നത് വേറൊരു അവതാരത്തിലും ഇല്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കും, അത്ര വലിയൊരു ഭഗവാൻ, അതായത് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നാഥൻ, ആ നാഥൻ ജനിക്കുന്നത് ജയിലിലാണ്. ഒരു ജയിലിനകത്ത് വളരെയധികം ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തില് യാതൊരു സൗകര്യങ്ങളും ഇല്ലാതെ അത്രമേൽ കഷ്ടപ്പെട്ടിട്ടാണ് ദേവകി ഭഗവാനെ പ്രസവിക്കുന്നത്. അത് കഴിഞ്ഞ് പ്രസവശേഷം അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയുടെയും കൂടെ അദ്ദേഹത്തിന് ഇരിക്കാൻ സാധിച്ചോ? അതുമില്ല. അങ്ങനെ ആ ഒരു കുഞ്ഞിനെ ജനിച്ച പാടെ ആ കുഞ്ഞിനെ കൂടയിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ വസുദേവര് അങ്ങനെ അത്രയും ഇരുട്ടേറിയ മഴയും മഞ്ഞും ഒക്കെ ഉള്ള രാത്രി, കാറ്റും മഴയൊക്കെയാണ് ആ രാത്രി, അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഭഗവാന്റെ ഒരു മായാജാല എന്ന് പറയുന്നത് എത്രമേൽ ആൾക്കാരിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ അധർമ്മം ഒരുപാട് പൂണ്ട് വിളയാടുന്ന സമയത്ത് ആ ഒരു ധർമ്മത്തിനെ സ്ഥാപിക്കാനായിട്ട് ഉറപ്പായിട്ടും ഭഗവാൻ അവതാരം എടുക്കുന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ശ്രീകൃഷ്ണ അവതാരം എന്ന് പറയുന്നത്. അതിനുശേഷം അങ്ങനെ യശോദാമ്മയുടെ അടുത്ത് എത്തുന്നുണ്ട് ഭഗവാൻ അല്ലെ. അനേകം രാക്ഷസന്മാര് അത് കഴിഞ്ഞിട്ട് ഭഗവാനെ വധിക്കാനായിട്ട് വരികയാണ്. അതായത് മരണം എന്ന് പറയുന്നത് ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും അതിലൊന്നും എന്താ പറയുക, ആൾക്കൊരു കുലുക്കം ഉണ്ടായിട്ടില്ല. അതായത് എല്ലാത്തിനെയും വളരെയധികം ധൈര്യത്തോടു കൂടി, വിൽ പവറോടുകൂടി ഫേസ് ചെയ്യണം എന്ന് മനുഷ്യരെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ഇൻഫ്ലുവൻസർ ആണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. കാരണം നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ആകെ വല്ലാതെയായി നമ്മളതിൽ സ്റ്റക്കായി പോകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ അതിലൊന്നും സ്റ്റക്ക് ആവരുത്. കാരണം ലൈഫ് ഇസ് എ തിങ് വിച്ച് ഷുഡ് ബി മൂവ് ഓൺ. അതായത് എപ്പോഴും മൂവിങ് ആയിക്കൊണ്ടിരിക്കണം. അത് ഒരു അവസാനം എത്തുന്നത് വരെ അത് ഓൾവേസ് മൂവിങ് ആയിരിക്കണം. അതുകൊണ്ട് ലൈഫിനെ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇടേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽ പവറും സ്ട്രെങ്ത്തുമാണ്. എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മൾ അതിനെ ഫേസ് ചെയ്യണം എന്നത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരാളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. യശോദാമ്മയെ കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. കാരണം എന്നതവം ചെയ്തനേ യശോദാ, എന്നതവം ചെയ്തനേ യശോദാ,
അമ്മയാണ്. എന്ത് ഭാഗ്യമാണ് യശോദ ചെയ്തത്, ഭഗവാനെ പോലെ ഒരു പുത്രന്റെ അമ്മയാവാൻ സാധിക്കുന്നത്. ഭഗവാൻ അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് അമ്മേ എന്ന് വിളിക്കുകയും അനേകം കുസൃതികൾ കാണിക്കുകയും മാത്രമല്ല ആ ഭഗവാനെ എന്താ പറയാ ഉരലിൽ കെട്ടി വായ പൊത്തി കെഞ്ചാൻ വെപ്പിച്ചു ആ ഭഗവാനെ. അപ്പൊ ഇത്രയൊക്കെ ഭാഗ്യം സിദ്ധിച്ച ഒരു സ്ത്രീയും ഒരു പക്ഷേ ഭൂമിയിൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രയേറെ മാതൃവാത്സല്യം, ഒരു സ്ത്രീയിൽ അടങ്ങിയിരിക്കുന്ന മാതൃവാത്സല്യം മുഴുവൻ അഖിലാണ്ട കോടി നാഥനായ ഭഗവാനെ കൊടുക്കാനായിട്ട് സാധിച്ചില്ലേ അവർക്ക്. അപ്പോൾ യശോദാമ്മയുടെ ഒരു ജന്മം എന്ന് പറയുന്നത് അത്രമേൽ പുണ്യ ജന്മമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് കഴിഞ്ഞ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗം രാധാദേവിയോട് ഒത്തുള്ള ആ ഒരു പ്രണയകാലം എന്ന് പറയുമല്ലോ. ഭഗവാനെ ഇത്രയേറെ സ്നേഹിച്ച് മറ്റൊരാള് ഈ ഒരു ഭൂമിയിൽ തന്നെ ഒരു പക്ഷേ ഉണ്ടാവില്ല. അത്ര മനോഹരമായിട്ട് ഭഗവാനെ സ്നേഹിച്ച ആളാണ് രാധാദേവി. മാനവരാശിയെ സ്വാധീനിച്ച ആദ്യ പ്രണയ ജോഡിയാണ് കൃഷ്ണനും രാധയും. ഇന്നത്തെ ഈ ഒരു കലിയുഗത്തില് അനേകം പ്രണയ ജോഡികളെ നമുക്കൊന്ന് റോഡിൽ ഇറങ്ങിയാൽ അടക്കം കാണാനായിട്ട് സാധിക്കില്ലേ. അത് മാത്രമല്ല നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവും. വളരെയധികം ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്ത് സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഇന്ന്. മൊബൈൽ ഫോൺസും അത് അല്ലെങ്കിൽ പല പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്ത് പ്രണയിക്കുന്ന കാലഘട്ടമാണ് ഇന്ന്. പക്ഷേ അന്നത്തെ ആ ഒരു പ്രണയം എന്ന് പറയുന്നത്, അതായത് ഭഗവാന്റെയും രാധാദേവിയുടെയും ഒരു പ്രണയം എന്ന് പറയുന്നത് ഏതൊരു പ്രണയ ജോഡിക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ലവ് ആണത്. അതായത് ആ സ്നേഹത്തെ നിങ്ങൾ എപ്പോഴും മാതൃകയാക്കണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു എക്സ്പെക്റ്റേഷൻസും ഇല്ലാത്ത ഒരു സ്നേഹമാണ്. അതിനകത്ത് നമുക്ക് എന്താ പറയുക, അതൊരു പ്രണയമാണ്. പക്ഷെ അതൊരിക്കലും ഒരു ലസ്റ്റ് അല്ല, ഒരു കാമമല്ല, അത് ഒരു പ്രണയമാണ്. അതാണ് കൃഷ്ണന്റെയും രാധയുടെയും പ്രണയത്തിന് അത്ര ഒരു ഇമ്പോർട്ടൻസ്, അത്ര ഒരു പരിശുദ്ധമായ ഒരു നിലയിലേക്ക് ആ ഒരു സ്നേഹം ഉയരാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ. അതൊരിക്കലും ഒരു ലസ്റ്റ് അല്ല, ഇറ്റ്സ് എ ലവ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ 2 ഭാര്യമാര് രുക്മിണിയും സത്യഭാമയും, അവരെക്കുറിച്ച് പറയാതിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഭഗവാന്റെ കൂടെ ജീവിച്ച് അനേകം ജീവിതാനുഭവങ്ങൾ ഭഗവാനിൽ നിന്ന് ലഭിക്കാനായിട്ട് ഭാഗ്യം സിദ്ധിച്ച ആൾക്കാരാണ് രുക്മിണിയും സത്യഭാമയും. ഈശ്വരനെ പോലെ, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലത്തെ ഒരു ഭർത്താവിനെ ഒരു സ്ത്രീക്ക് ലഭിക്കുക എന്ന് പറയുന്നത് എത്ര വലിയൊരു ഭാഗ്യമാണ് അല്ലേ. അപ്പോൾ അത്രമേൽ ഭാഗ്യം സിദ്ധിച്ച പുണ്യവതികളായ സ്ത്രീകളാണ് രുക്മിണിയും സത്യഭാമയും. പിന്നീട് വരുന്നുണ്ട് പഞ്ചപാണ്ഡവരും ദ്രൗപദിയും ഭഗവാൻ ശ്രീകൃഷ്ണനും തമ്മിലുള്ള ആ ഒരു കോംബോ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അത്രമേൽ എന്താ പറയാ, അത്ര രസമായിട്ടുള്ള ഒരു ബന്ധമാണ്. നരനും നാരായണനും, അതായത് അർജുനനും ഭഗവാൻ ശ്രീകൃഷ്ണനും തമ്മിലുള്ള ബന്ധം എന്താ പറയാ, അർജുനന് എന്ത് ഡൗട്ട്സ് ആയിരുന്നു അല്ലെ. നമുക്ക് ഭഗവത്ഗീത നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് തുടക്കം തന്നെ അങ്ങനെയാണ്. അർജുനന്റെ സംശയങ്ങളാണ് ഭഗവാനിലൂടെ അർജുനൻ സോൾവ് ചെയ്യുന്നത്. ഭഗവാൻ അനേകം സജഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം അർജുനൻ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നേരെ ഓടുന്നത് എവിടേക്കാണ്, മാധവന്റെ അടുത്തേക്കാണ്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് യുദ്ധം വരുന്ന സമയത്ത് നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് ഭഗവാൻ ഒരു ഓഫർ കൊടുക്കുകയുണ്ടായി. അതായത് അക്ഷോഹിണി സേന, നാരായണീ സേന വേണോ അതോ ആയുധങ്ങൾ ഉയർത്താത്ത ഭഗവാൻ ശ്രീകൃഷ്ണനെ വേണോ എന്ന്. അപ്പൊ അവിടെ അർജുനൻ കണ്ണം മൂടിയിട്ട് എനിക്ക് മാധവനെ മതി, അതായത് ആയുധങ്ങളൊന്നും ഉയർത്തിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, കൃഷ്ണൻ ഏത് പക്ഷത്ത് നിൽക്കുന്നോ ആ പക്ഷത്ത് വിജയം സുനിശ്ചിതം എന്ന് കുന്തി ദേവിക്ക് അറിയാം. അപ്പൊ ആ ഒരു തീരുമാനം എടുത്ത് അർജുനൻ വന്ന സമയത്ത് എല്ലാവരും അന്ന് പറഞ്ഞു വലിയ മണ്ടത്തരാണ് ചെയ്തത് എന്ന്. പക്ഷേ കുന്തി ദേവിക്ക് അറിയായിരുന്നു അർജുനൻ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് 10% കറക്റ്റ് ആണ് എന്ന്. അപ്പൊ ഇവിടെ മൂഢനായ ദുര്യോധനൻ എന്താണ് ചെയ്യുന്നത്, നാരായണീ സേന മതി എന്ന് പറഞ്ഞിട്ട് ആ ഒരു സേനയെ ചൂസ് ചെയ്തിട്ട് പോകാനുണ്ടായത്. ആ ഒരു ഭാഗം അതിമനോഹരമാണ്. അതായത് എന്ത് സംശയം വരികയാണെങ്കിലും മാനവർക്ക്, അതായത് സാധാരണ ജനങ്ങൾക്ക് എന്ത് സംശയം വരികയാണെങ്കിലും നിങ്ങൾ ഭഗവാനിൽ സറണ്ടർ ചെയ്യൂ എന്ന് നമ്മൾക്ക് കാണിച്ചു തരുന്ന, മനസ്സിലാക്കി തരുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അർജുനൻ ഭഗവാനെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. വൺസ് യു ചൂസ് ഭഗവാൻ മീൻസ് യു ആർ ഓൾവേസ് സേഫ് എന്നാണ് പറയുക. അടുത്തതായിട്ട് ഒരു മാജിക്കൽ റിലേഷൻഷിപ്പാണ് ദ്രൗപദിയും ഭഗവാൻ ശ്രീകൃഷ്ണനും തമ്മിൽ. ആ ഒരു ബന്ധത്തില് വിശ്വാസമുണ്ട്, ആ ഒരു ബന്ധത്തിൽ സ്നേഹമുണ്ട്, ആ ബന്ധത്തിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ആ ഒരു ബന്ധത്തിൽ ഒരു സഹോദര സ്നേഹമുണ്ട്. എങ്ങനെ, അതായത് എത്രമേൽ പ്രൊട്ടക്ഷനാണ് ദ്രൗപദിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകിയത് എന്നുള്ളത് ആ ഒരു വസ്ത്രാവതാരത്തില്, ഭഗവാന്റെ ആ വസ്ത്രാവതാരം അന്ന് ഉള്ളൊരു രൂപം ഉണ്ടല്ലോ ഭഗവാന്റെ. ദ്രൗപദിക്ക് പറയാൻ 5 ഭർത്താക്കന്മാരുണ്ട്, പ്രഗത്ഭരായ 5 പേരുണ്ട്. ആ
5 പേർക്കും ദ്രൗപദിയെ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല അന്ന് ആ ചൂത് സഭയില്. അപ്പോ അവിടെ ദ്രൗപദിക്ക് കൂട്ടായി നിന്നത് ആ ഗോവിന്ദനാണ്. ആ ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ വസ്ത്രാവതാരം എടുത്ത് ദ്രൗപദിയെ അങ്ങനെ അങ്ങോട്ട് ആലിംഗനം ചെയ്യുന്ന പോലെ, അതായത് ഹഗ് ചെയ്യാണ് ദ്രൗപദിയെ. എന്തിനാ ആ ഒരു സമയം എന്ന് പറയുന്നത് ദ്രൗപദിയുടെ ആർത്തവ ചക്രം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അത്രയും ഒരു അന്നത്തെ കാലം എന്നൊക്കെ പറയുന്നത് സ്ത്രീകൾ പുറത്തിറങ്ങില്ലല്ലോ. അപ്പോൾ ആ ഒരു സമയത്താണ് ദ്രൗപദിയെ ഇങ്ങനെ ചൂതുസഭയിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു എന്താ പറയാ വസ്ത്രാഹരണം ചെയ്യാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സീൻ അവിടെ കണ്ടക്ട് ആയത്. ആ ഒരു സമയത്ത് ദ്രൗപദിയെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വസ്ത്രാവതാരത്തിലൂടെ വന്നിട്ടാണ് രക്ഷിക്കുന്നത്. ഇന്നും പല സ്ഥലങ്ങളിലും ഈ ഒരു ആർത്തവ സമയം എന്ന് പറയുന്നത് സ്ത്രീയെ വളരെയധികം ഇൻപ്യൂർ ആയിട്ട് കാണുന്ന ഒരു സമയമാണ്. നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കാൻ പാടില്ല, ഭഗവാന്റെ നാമം ചെല്ലാൻ പാടില്ല, അങ്ങനെയൊക്കെ ഇന്നും പറയുന്ന ഒരുപാടധികം സ്ഥലങ്ങളുണ്ട്. ആ പറയുന്ന ആൾക്കാരോട് ആണ് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ആർത്തവ ചക്രം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൻപ്യൂർ ആയിട്ടുള്ള ഒരു സംഭവം അല്ല. ഒരിക്കലും സ്ത്രീയെ ആ സമയത്ത് മാറ്റി നിർത്താൻ പാടില്ല. കാരണം അന്ന് ആ സമയത്ത് ഭഗവാൻ പോലും ആ സ്ത്രീയുടെ ഒപ്പം ഉണ്ടാവും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു എന്താ പറയുക ദ്രൗപദിയുടെ ഇൻസിഡന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇനി നമുക്ക് അവസാന ഭാഗമായ മഹാഭാരതത്തിന്റെ ഏറ്റവും അവസാന ഭാഗമായ യുദ്ധത്തിനെ പറ്റി നമുക്ക് സംസാരിക്കാം. കാരണം യുദ്ധം എന്ന് പറയുന്നത് സർവ മാനവരാശിക്കും ഭഗവാൻ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഉപദേശം നടക്കുന്നത് ആ ഒരു കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചിട്ടാണ്. അതായത് നമുക്ക് ഭഗവത്ഗീതയെ നമ്മുടെ ഒരു ലൈഫ് ലേണിംഗ് ഒരു എലമെന്റ് ആക്കിയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. കാരണം അത്രയും അധികം കാര്യങ്ങൾ ഭഗവാൻ അതിലൂടെ മാനവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അർജുനൻ വളരെ നിസ്സഹായ അവസ്ഥയിൽ ഭഗവാന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. മനസ്സാകെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വിറച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. നമ്മളിൽ എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അല്ലേ. അതായത് ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എന്ത് സ്റ്റെപ്പ് അടുത്തതായിട്ട് എടുക്കണമെന്ന് അറിയാൻ പറ്റുന്നില്ല. ആ ഒരു സമയത്ത് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരിക. ഭഗവാനിൽ നിങ്ങളൊന്ന് അഭയം പ്രാപിക്കുക, ഭഗവാനിലെല്ലാം ജസ്റ്റ് ഒന്ന് വിട്ടുകൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ ഭഗവാനെ വിശ്വാസമില്ലാത്ത ആളാണെങ്കിൽ കുറച്ച് സമയത്തേക്ക് നിങ്ങളൊരു ജീവിതത്തിലൊരു പോസ് വെക്കുക. എന്നിട്ട് പിന്നീട് ആ പോസിന്റെ ശേഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സീനാണ് അവിടെ ഗീതോപദേശത്തിന് തൊട്ടു മുൻപായിട്ട് അർജുനൻ ഭഗവാന് മുന്നിൽ സറണ്ടർ ചെയ്യുന്നത്. ഈ ഒരു ഗീതോപദേശ സമയത്ത് ഭഗവാൻ സർവ്വമാനവർക്കും മുന്നിൽ ഒരു ടീച്ചർ എന്നുള്ളൊരു വലിയൊരു അധ്യാപകനാകുകയാണ്. കാരണം അത്രയേറെ സജഷൻസ് ആണ് അർജുനന്റെ മുന്നിൽ ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നത്. ഒരുപാടധികം കാര്യങ്ങൾ, ഒരുപാടധികം ലൈഫ് ലെസൺസ് അർജുനനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭഗവാൻ. അത് എപ്പോൾ മാത്രമാണ് പറഞ്ഞു കൊടുത്തതെന്നറിയോ? അർജുനൻ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ഭഗവാനെ, എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞ് ഭഗവാനോട് ചോദിക്കുന്ന ആ ഒരു അവസ്ഥ വരില്ലേ, ആ സമയത്ത് മാത്രമേ ഇത് പറഞ്ഞു കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ഭഗവാന് നമ്മുടെ എന്താ പറയുക അർജുനനെ കണ്ടുമുട്ടുന്ന ആ സമയത്ത് തന്നെ പറഞ്ഞു കൊടുത്തൂടെ? അങ്ങനെയല്ല. നമ്മൾ ഭഗവാനോട് ആവശ്യപ്പെടണം. കാരണം നമ്മളൊന്നും അത്ര വലിയ പ്രഗത്ഭന്മാരായിട്ടില്ല. എൻ്റെ സിറ്റുവേഷൻ അറിഞ്ഞിട്ട് ഭഗവാൻ എനിക്കെല്ലാം തന്നോളും, ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല, അങ്ങനെ പറയാനും മാത്രം നമ്മൾ അത്രയും വലിയ ആൾക്കാരായിട്ടില്ല. നമ്മൾ ഭഗവാന്റെ അടുത്ത് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഭഗവാൻ നമുക്കൊരു വലിയൊരു എന്താ പറയുക ഒരു വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് കാണിച്ചു തരികയുള്ളൂ. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഈ ഒരു ഗീതോപദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ജന്മാഷ്ടമിയായിട്ട് എനിക്ക് ഭഗവാനെ കുറിച്ച് സംസാരിക്കണമെന്ന് വളരെയധികം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഭഗവാൻ എനിക്ക് വലിയൊരു ഇൻഫ്ലുവൻസർ തന്നെയാണ്. എന്നെ ഭഗവാനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച ആളാണ് എൻ്റെ അമ്മ. അപ്പോൾ അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് എന്താ പറയുക ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് ജീവിതത്തിൻ്റെ പല ബുദ്ധിമുട്ടേറിയ അവസ്ഥയിലും ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ നമ്മുടെ വിഷമങ്ങൾ പറയുന്ന സമയത്ത് അമ്മയാണ് ഭഗവാന്റെ ജീവിത ഉദാഹരണമാക്കി എനിക്ക് ഒരുപാടധികം കഥകൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു വേളയിൽ എൻ്റെ അമ്മയോട് ഞാൻ ഒരുപാടധികം നന്ദി പറയുന്നു. ഒപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഭഗവാനെ സമർപ്പിക്കുകയും ചെയ്യുന്നു. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീകൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ.